1, 2, 3. ഹാപ്പി ഓണമൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു മാസം ആവാറായില്ലേ. അപ്പോഴാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കണം കേട്ടോ. എൻ്റെ അതികഠിനമായ മടിയും കുറേ തിരക്കുകളും കാരണം ഞാനിങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് ഇനി വിഷുവിന് ഇടേണ്ട അവസ്ഥ വരെയാകും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചപ്പോൾ തന്നെ ഇട്ടേക്കാന്ന് വെച്ചപ്പോൾ നമ്മൾ ഉത്രാടത്തിൻ്റെ രാത്രി തുടങ്ങി കേട്ടോ നമ്മുടെ ഓണപരിപാടികൾ. അപ്പോൾ തറ പിടിക്കുകയാണ്. അപ്പോഴേക്കും അച്ചുവെച്ച് ശ്യാമേട്ടനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ തറ പിടിച്ച് അതിന് തോരണമൊക്കെ തൂക്കി അങ്ങനെയാണ് നമ്മൾ എതിരേക്കണത്. രാവിലെ എതിരേക്കും. നമ്മൾ 10 ദിവസം പൂക്കളിട്ടിട്ട് 10ാം ദിവസം നമ്മൾ ഉത്രാടത്തിൻ്റെ രാത്രി തട്ടൊക്കെ ശരിയാക്കി നമ്മൾ എതിരേക്കും. നമ്മൾ ഇത്തവണ ഒരു സിംഗിൾ തട്ട ഇട്ടിട്ടുണ്ടായിരുന്നത്. നോർമലി 2 തട്ട അങ്ങനെയൊക്കെ ഇടും കേട്ടോ. അങ്ങനെ തട്ടും കാര്യങ്ങളൊക്കെ ഇട്ട ശേഷം ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ പൂകളിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് റുക്ക് വന്നിരിപ്പുണ്ട് കേട്ടോ. പിന്നെ നേരത്തെ ആ ചേച്ചിയൊക്കെ വന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഓണം കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മുടെ ഫാമിലി എല്ലാവരും കൂടിയിട്ട് ഒരു ഓണാഘോഷമുണ്ട്. അപ്പോൾ അതിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ചേച്ചി ശ്യാമേട്ടനും അണ്ണനും എല്ലാവരും കൂടി അവിടെ കഠിനമായ പ്ലാനിങ്ങിലാണ് കേട്ടോ. എന്തൊക്കെ ഗെയിംസ് വേണം അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ. അച്ഛൻ തറയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പയ്യെ തോരണത്തിന്റെ പരിപാടിയൊക്കെ ആയിട്ട് കയറി ഞങ്ങളുടെ കൂടെ വന്നു കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മുടെ കുരുത്തോല കൊണ്ടിട്ടാണ് ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിടുന്നത്. ഓരോ സ്ഥലത്തും പല രീതിയായിരിക്കും. ഞങ്ങളുടെ അവിടെ ഇങ്ങനെയാണ് കേട്ടോ നോർമലി ചെയ്യണത്. എൻ്റെ വീട്ടിലും ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ 4 കോലൊക്കെ കുത്തിയിട്ട് ചരടൊക്കെ വലിച്ചിട്ട് ഇങ്ങനെ ഓരോ തോരണങ്ങൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തിടും. ഇതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. പല സാധനങ്ങൾ ഉണ്ടാക്കും. ഇതൊക്കെ എൻ്റെ വീട്ടിൽ ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ എൻ്റെ വീട്ടിൽ ഉണ്ടാക്കാത്ത ഒരുപാട് സാധനങ്ങൾ അച്ഛൻ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഓരോന്ന് എടുത്ത് അറേഞ്ച് ചെയ്ത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കറക്റ്റ് ചെയ്ത് ഓരോന്ന് എണ്ണ അനുസരണമൊക്കെ ഇങ്ങനെ ഇട്ട് നല്ല വൃത്തിക്ക് ഇട്ടിട്ട് വരിക കേട്ടോ. അച്ഛന് അതൊക്കെ ഉണ്ടാക്കും. ഒരു പ്രത്യേക മരുങ്ങും നല്ല ക്ഷമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഹിച്ചാമനാണ് വീഡിയോസ് ഫുള്ള് എടുത്തു തരുന്നത്. അങ്ങനെ ഞങ്ങളിവിടെ പണിയൊക്കെ ഭയങ്കര കാര്യമായി നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അപ്പുറത്തുനിന്ന് രതിയമ്മയൊക്കെ വന്നു കേട്ടോ. രതിയമ്മക്ക് ഒന്നും ഇത്തവണ ഓണം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ രതിയമ്മക്ക് ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാക്കാം അറിയാം. ഈ തോരണമൊക്കെ പോലത്തെ സാധനങ്ങളില്ലേ നമ്മുടെ കുരുത്തോലയൊക്കെ കൊണ്ടിട്ട്. അപ്പോൾ രതിയമ്മ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തരാനും ഹെൽപ്പ് ചെയ്യാനൊക്കെ ഇങ്ങനെ വന്നേക്കാട്ടോ എന്തൊക്കെയായി എന്നൊക്കെ നോക്കാനായിട്ട്. അപ്പം രതിയമ്മ വന്നപ്പോഴേക്കും എൻ്റെ ചേട്ടൻ വിളിക്കുന്നുണ്ട്. ചേട്ടൻ അബ്രോഡിലാണ് കേട്ടോ. അതുകൊണ്ട് ഇത്തവണ അവൻ ഉണ്ടായിരുന്നില്ല ഓണത്തിന്. അപ്പോൾ ചേട്ടൻ അവിടെ നിന്ന് വീഡിയോ കോൾ ചെയ്യാനായിരുന്നു. അപ്പം എൻ്റെ ചേട്ടന് ഇവിടെ എല്ലാവരും അറിയാമല്ലോ. ഇപ്പോൾ രതിയമ്മേനെ കണ്ട് വർത്താനമൊക്കെ പറയണത് എന്ത് വിശേഷം അവിടെ എന്തൊക്കെയുണ്ട് എന്നൊക്കെ അപ്പോൾ ചോദിച്ചിങ്ങനെ ഭയങ്കര കാര്യമായ വർത്താനത്തിലായിരുന്നു കേട്ടോ. അവന് ഇത്തവണ ഓണം കൂടാൻ പറ്റാത്തതിൻ്റെ നല്ല സങ്കടമുണ്ട്. സാധാരണ ഇന്നേ വരെ അവൻ ഓണം വിഷു അങ്ങനെ ഒന്നും തന്നെ കൂടാണ്ടിരുന്നിട്ടില്ല ഫാമിലിയായിട്ട്. എല്ലാവരും കൂടി ഉള്ളത് കൊണ്ടിട്ട് പുള്ളിക്കാരൻ അവൻ മാത്രം ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര വിഷമത്തിലാണ് കേട്ടോ. അങ്ങനെ അച്ഛൻ വേറെ എന്തൊക്കെയൊക്കെയോ ഉണ്ടാക്കുകയാണ്. ഇങ്ങനെ വളച്ച് വെക്കാനായിട്ട് അതുപോലെ തന്നെ അങ്ങനെ എന്തൊക്കെയോ പേരൊക്കെ പറഞ്ഞു കേട്ടോ. എനിക്കറിയില്ല. ഈ സാധനമൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടാണ് കാണുന്നത്. എൻ്റെ വീട്ടിൽ ഇതും പിന്നെ വേറെ എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടാക്കും. ഇതിൻ്റെ ഒന്നും പേരറിയില്ല. നമ്മൾ കാണുമ്പോൾ അത് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കണതല്ലേ എന്ന് തോന്നുന്നെങ്കിലും ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നിങ്ങൾ എക്സ്ക്യൂസ് മീ ഗൈസ്. നിങ്ങൾ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കാറുണ്ടോ, ഉണ്ടാക്കാത്തതുണ്ടോ, ആദ്യമായിട്ടാണോ ഇങ്ങനത്തെ സംഭവങ്ങൾ കാണുന്നത്, എല്ലാം പറയണം കേട്ടോ. നിങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെയാണ് ഇതുപോലെ തട്ടൊക്കെ ഇട്ട് തോരണമൊക്കെ തൂക്കിയിട്ടാണോ നമ്മൾ രാവിലെ എതിരേക്കുന്നത്, അത് ജസ്റ്റ് പൂക്കളം മാത്രമേ ഇടുകയുള്ളൂ, അല്ലെങ്കിൽ ഓണത്തപ്പനെ വെറുതെ പൂക്കളത്തിന് നടുക്ക് മാത്രമാണ് വെക്കണേ, എന്താ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ പറയണം കേട്ടോ. ഓരോ സ്ഥലത്ത് മാറും തോറും നമുക്ക് ഓരോരോ കൾച്ചറും കാര്യങ്ങളൊക്കെ അല്ലേ, ഓരോ ഐതിഹ്യങ്ങളും ഓരോ രീതികളും ഒക്കെ ആണല്ലോ. അപ്പോൾ ആ ചേച്ചിയും ഞാനും എല്ലാവരും കൂടി കേട്ടോ, എല്ലാവരും ഉണ്ട് പണി സ്ഥലത്ത്. അപ്പം അച്ഛൻ ഇതിങ്ങനെ വളച്ചിട്ട് നമുക്ക് ഓരോ ഭാഗത്ത് വെക്കാം എന്നൊക്കെ പറയാണ്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ വേറൊരു സാധനം ഉണ്ടാക്കി. ഇതാണ് തത്താന്നാട്ടോ പറഞ്ഞത്. ഇതും ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇത് ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ. തത്താന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ കണ്ടിട്ടുണ്ട്. അതിലിവിടെ വന്നപ്പോഴാണ് കണ്ടത്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് അപ്പം സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ അമ്മ വിളിച്ചു വീട്ടിൽ നിന്ന്. അപ്പം ഞാനിങ്ങനെ കുറേ നേരം അവിടെ നിന്ന് അമ്മേനോട് സംസാരിക്കുകയാണ്. ഞങ്ങൾ ഇങ്ങനെ തട്ടിട്ടു അങ്ങനെയാണ് ചെയ്തേക്കണം ഇങ്ങനെയാണ് ചെയ്തേക്കണം, നമ്മുടെ ഉള്ള അങ്ങനെയല്ലേ ചെയ്യണേ ഇങ്ങനെ ചെയ്യണേ എന്നൊക്കെ ചോദിച്ചു ഇങ്ങനെ അമ്മേനോട് ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞു ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം അണ്ണനും ശ്യാമേട്ടനൊക്കെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് പുറത്ത് ചാടിയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ഈ തോരണത്തിൽ കുറച്ച് പൂവൊക്കെ വെച്ച് ഫുൾ ഡെക്കറേഷൻ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോഴേക്കും സൂരജേട്ടൻ വന്നു കേട്ടോ. സൂരജേട്ടൻ എൻ്റെ മദർ ഇൻ ലോൻ്റെ ചേച്ചിയുടെ കുട്ടിയാണ്. അപ്പോൾ ഞങ്ങളുടെ കസിനാണ്. അപ്പോൾ സൂരജേട്ടൻ വന്നിട്ട് റുക്കുവിനെ ഓണക്കോടി കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ സൂരജേട്ടനും അണ്ണനും കൂടി വർത്താനം പറയണൊക്കെ കിച്ചാവൻ ഇങ്ങനെ പകർത്തി വെച്ചിരിക്കട്ടെ. ഇതാണ് സൂരജേട്ടൻ, ഇതാണ് ഞങ്ങളുടെ അണ്ണൻ. റെഡ് ഇട്ടേക്കണാണ് ഞങ്ങളുടെ അണ്ണൻ, വൈറ്റ് ഇട്ടേക്കണാണ് സൂരജേട്ടൻ. അങ്ങനെ അവരുടെ കൂടെ കുറേ നേരം വർത്താനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തൊട്ടപ്പുറത്ത് തന്നെ നമ്മൾ ഈ ഒരു പറമ്പിൽ ഫുൾ ഞങ്ങളുടെ ആൾക്കാരാണ്. തൊട്ടപ്പുറത്ത് സൗമ്യ ചേച്ചിയും രാകേഷ് ചേട്ടനും ചിറ്റയും എല്ലാവരും കൂടി നിന്നിട്ട്
ഇങ്ങനെ തോരണവും കാര്യങ്ങളൊക്കെ തൂക്കി അവിടെ ഓണത്തിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അവിടെ എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞ് അവിടെ പോയി നോക്കുകയാണ്. അപ്പവും എല്ലാവരും ഭയങ്കര കാര്യമായ ഡെക്കറേഷനിലാണ് കേട്ടോ. എല്ലാവരും ഏകദേശം സെയിം സാധനങ്ങളാണ് നമ്മൾ പണിയണത്. ഒരുപോലെ തന്നെ ഉണ്ടാവും, വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അപ്പം രാകേഷ് ചേട്ടൻ ഇങ്ങനെ ഭയങ്കര കാര്യമായി ഗൃഹസ്ഥനായിട്ട് നിന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ ചളി അടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പയ്യെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നപ്പോഴേക്കും അവരെല്ലാവരും കൂടി തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. അതായത് സൗമ്യ ചേച്ചിയൊക്കെ വന്നിട്ട് നമ്മുടെ വീട്ടിൽ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ ഇതെന്ത് സാധനമാണെന്നൊക്കെ ചോദിച്ചു. ഞാൻ കാണുമല്ലോ സൗമ്യ ചേച്ചിക്ക് ഇത് ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. അപ്പോൾ സൗമ്യ ചേച്ചി പയ്യെ നൈസായിട്ട് രദ്യമ്മനോട് ചോദിച്ച് പഠിച്ച് ഞാനും നോക്കി, അതൊക്കെ നോക്കിയിരുന്നു. അച്ഛനാണെങ്കിൽ ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ തത്തമ്മേനും കാര്യത്തിൻ്റെയൊക്കെ ഇങ്ങനെ ഫുൾ സെറ്റ് ചെയ്യാം കേട്ടോ. ഇതാണ് നമ്മുടെ മെയിനായിട്ട് തലേ ദിവസം ഉത്രാടത്തിനുള്ള നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ഈവനിങ്ങിലാകുമ്പോൾ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി ആവണവരുണ്ടാവും കേട്ടോ. നമ്മളൊരു 12 മണി 1 മണി ആയപ്പോഴാണ് ആക്ച്വലി നമ്മുടെ ഈ ഒരു സംഭവം കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ തട്ടിൽ ഇലയിട്ട് മാവേലീനെയൊക്കെ ഒരുക്കി വെക്കും കേട്ടോ. മാവേലീനെയൊക്കെ ഒരുക്കി വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയി കിടന്നുറങ്ങുക. പിന്നെ പൂക്കളവും ഇടും. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോയി കിടന്നുറങ്ങുക. പിന്നെ രാവിലെ എഴുന്നേറ്റ് അരിമാവൊക്കെ തളിച്ച് പിന്നെ നമ്മൾ ആർപ്പൊക്കെ വിളിച്ച് പൂവൊക്കെ ഇട്ട് വരവേക്കും. അതാണ് നമ്മൾ നോർമലി ചെയ്യണ പരിപാടി. അപ്പം അച്ഛനിങ്ങനെ ഓരോ സാധനം സെറ്റ് ചെയ്ത് അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ നിൽക്കും കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അവിടെ അങ്ങോട്ട് പോകും. സുമിച്ചിട്ട് അങ്ങോട്ട് പോകും. അവിടെ ഇരുന്ന് ഞാൻ നേരത്തെ കണ്ടുപിടിച്ച സാധനങ്ങളൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ഉണ്ടാക്കി കാണിക്കുക. എനിക്കിത് ഭയങ്കര സിമ്പിളായിട്ട് അറിയാം എന്നുള്ള രീതിയിലാട്ടോ. സുമിച്ചേച്ചിക്ക് എത്ര കണ്ടിട്ട് അത് മനസ്സിലായില്ല. അപ്പം ഞാൻ ഇത് ഇത്രേ ഉള്ളൂ, ഇത് അങ്ങനെയാ ഇത് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് എന്തോ ഞാൻ പണ്ടേ ചെയ്യണ പോലത്തെ വർത്തമാനത്തിലായിരുന്നു കേട്ടോ അവിടെ നിന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ നേരെ തിരിച്ചു വന്നപ്പോഴേക്കും കിച്ചാമ്മനും അച്ചേച്ചിയും ശ്യാമേട്ടനും എല്ലാവരും കൂടിയിട്ട് പൂക്കളം സെറ്റ് ചെയ്ത് തുടങ്ങി കേട്ടോ. ഈ പൂക്കളം വരപ്പും കാര്യങ്ങളൊക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ മെയിൻ പരിപാടിയാണ് കേട്ടോ. എനിക്കിങ്ങനെ ഡിസൈൻ വരയ്ക്കാനൊന്നും അറിയത്തേ ഇല്ല. എൻ്റെ പൂക്കളം എന്ന് പറഞ്ഞാൽ വട്ടം അതിനപ്പുറം എനിക്കില്ല. അവിടെയാണെങ്കിൽ അച്ചാച്ചനും മോളും കൂടി തകൃതിയായിട്ട് കുരുത്തോലിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ വരവേക്കുമ്പോൾ കുരുത്തോലയും അതുപോലെ തന്നെ തുമ്പയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ വരവേക്കുന്നത്. പിന്നെ നമ്മുടെ ബാക്കി വന്ന പൂക്കളൊക്കെ കൂടി ഉള്ളിലാണെങ്കിൽ അമ്മ തേണ അടയൊക്കെ റെഡിയാക്കുന്നുണ്ട്. നമ്മൾ ഈ തട്ടിൽ അട വെക്കും, പൂവട വെച്ചിട്ട് മാവേലിക്ക് നമ്മൾ സമർപ്പിക്കണ പോലെ പൂവടയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ അമ്മ ഇങ്ങനെ തകൃതിയായിട്ട് അമ്മ ഫുൾ അടുക്കളപ്പണിയിലായിരുന്നു കേട്ടോ. പിറ്റേ ദിവസത്തേക്കുള്ള സദ്യയുടെ കാര്യങ്ങളൊക്കെ അമ്മ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പകുതി കറികൾ നമ്മൾ തലേദിവസം ഉണ്ടാക്കി വെക്കും. ചീത്താവാത്ത ഉള്ളിക്കറി, അങ്ങനെ പല കറികളും നമ്മൾ തലേദിവസം ഉണ്ടാക്കി വെക്കും. പിന്നെ പിറ്റേ ദിവസം നമ്മൾ അതിൻ്റെ ബാക്കി നമ്മളൊരു 6-7 കറി ഉണ്ടാക്കിയായിരുന്നു. അപ്പം അതിൻ്റെ പകുതി തലേദിവസം പകുതി പിറ്റേ ദിവസം. അപ്പം നമുക്ക് ഒരുപാട് ഭാരം തോന്നില്ലല്ലോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയി കിടന്ന് രാവിലെ ആയപ്പോഴേക്കും സെറ്റൊക്കെ കൊടുത്ത് വിളക്കൊക്കെ കത്തിച്ച് നമ്മളിനി വരവേക്കാൻ പോവാണ്. ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ ലേശം വൈകിപ്പോയി ഗൈസ്. ഇങ്ങനെ വെളിച്ചമൊക്കെ വീണിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ രാത്രി ഭയങ്കര വൈകി ഉറങ്ങിക്കൊണ്ടിട്ട് സാരല്ല, മാവേലി നമ്മളോട് ക്ഷമിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് നേരെ കൊണ്ടുപോയി വെച്ച് നമ്മൾ വരവേറ്റാൻ വീഡിയോ എടുത്തില്ല. കാരണം നമ്മൾ വീട്ടിലെല്ലാവരും ചേർന്നിട്ടാണ് വരവേക്കുന്നത്. ക്യാമറ ഒന്നും വെക്കാനായിട്ട് നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല. അത്രയും നമ്മൾ തിരക്കിലായിരുന്നു എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ കൊണ്ട് വിളക്കൊക്കെ വെച്ചു. നമ്മുടെ പൂക്കളും കാര്യങ്ങളൊക്കെ നമ്മൾ ഫൈനലായിട്ടുള്ളത് കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പം നമ്മൾ മൊത്തം 6 മാവേലീനെ വെക്കും. ഞങ്ങളുടെ വീട്ടിൽ 3 മാവേലിയെ വെക്കണത്. 3 മാവേലി തട്ടിലും വെക്കും, ഒരെണ്ണം ദൂരെയും വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് വരവേറ്റ് വരും. ഇവിടെ എന്ന് പറഞ്ഞാൽ 5 മാവേലിനെ തട്ടിൽ വെക്കും, ഒരെണ്ണം പുറത്തും വെക്കും. എന്നിട്ട് നമ്മൾ അവിടെ പുറത്തുനിന്നാണ് വരവേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി വരവേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് പിന്നെ വീഡിയോ എടുത്തത് കേട്ടോ. എല്ലാവരും കൂടി കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പന്തൊക്കെ കത്തിച്ച് വെച്ചിട്ടാണ് മാവേലിനെ ഇങ്ങനെ വരവേറ്റ് വീട്ടിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ തുമ്പയും അതുപോലെ തന്നെ കുരുത്തോലയൊക്കെ മുറിച്ചിട്ടതും അതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുക കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ പൂക്കളം എന്നുണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നു, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കിടിലം പൂക്കളായിരുന്നു. നിങ്ങൾ ഇട്ടയിൽ ഏറ്റവും ബെസ്റ്റ് പൂക്കൾ ഇതായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളുടെ വീട്ടിലെ പൂക്കളമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര സെറ്റപ്പായിട്ട് വലിയ പൂക്കളമാണ് കിട്ടിയതെന്നൊക്കെ നിങ്ങൾ എന്തായാലും പറയണം കേട്ടോ. അപ്പോൾ ഓവറോൾ ലുക്ക് വന്നിട്ട് ഇതേ നമ്മുടെ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നിട്ടുണ്ടായത്. അപ്പം ഞാൻ അവിടെ കുറച്ചു നേരം കണ്ടിങ്ങനെ നിന്നത് ആസ്വദിക്കുകയാണ്. അപ്പോൾ അതായത് നമ്മുടെ ദൂരെ വെച്ച മാവേലിയിൽ നിന്ന് നമ്മൾ ഇങ്ങനെ എതിരേറ്റ് നമ്മുടെ വീട്ടിലേക്കാണ് മാവേലിയെ കൊണ്ടുവരുന്നത്. ഇതാണ് നമ്മുടെ ഓവറോൾ ലുക്ക് എന്ന് പറഞ്ഞത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് കഴിഞ്ഞ് റെസ്റ്റൊക്കെ ചെയ്തു. ഉച്ചയായപ്പോഴേക്കും നമ്മൾ സദ്യയൊക്കെ കഴിക്കാനായിട്ടിരുന്നു. നമ്മളെല്ലാം സദ്യ വീട്ടിലായിട്ട് തന്നെ ഉണ്ടാക്കണം കേട്ടോ. ഇപ്പോൾ ഒരുപാട് പേര് കാറ്ററിംഗ് ഒക്കെ ഓർഡർ ചെയ്യണവരുണ്ട്. പക്ഷെ നമുക്ക് വീട്ടിൽ ചെയ്യുമ്പോഴേക്കും ഒരു പ്രത്യേക സന്തോഷമാണ്. അതെന്താണെന്നറിയില്ല, വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേകതയല്ലേ. പിന്നെ നമുക്ക് ഒട്ടും സമയമില്ലെങ്കിൽ നമ്മൾ കാറ്ററിംഗ് ഒക്കെ ഏൽപ്പിക്കണതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പം ഞാനിങ്ങനെ ഓരോന്ന് ഇങ്ങനെ വിളമ്പി നടക്കുകയാണ്. ഞാനും അമ്മയും അച്ഛനും എല്ലാവരും കൂടി ഇങ്ങനെ വിളമ്പി നടക്കാം. നമ്മൾ ഒരുപാട് കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല. അപ്പം അതിങ്ങനെ ഞങ്ങൾ തച്ചിൽ നിന്ന് കഴിക്കണം, നിലത്തിൽ ഇരുന്ന് കഴിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ വെച്ച് വേണ്ട, നമുക്ക് ടേബിളിൽ തന്നെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ടേബിളിൽ എല്ലാവരും കൂടി ഇരുന്ന് സെറ്റ് ചെയ്ത്
കഴിക്കാനായിട്ടുള്ള എല്ലാ പരിപാടിയായി കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഊണ് കഴിച്ചിട്ട് വേണം എനിക്ക് എൻ്റെ വീട്ടിൽ പോകാനായിട്ട്. അവിടെ പോയിട്ട് അവിടെ നിന്ന് ഊണ് കഴിക്കണം. ഇപ്പം എൻ്റെ ചേട്ടൻ അബ്രോഡിലായതുകൊണ്ട് അവിടെ വേറെ ആരുമില്ല, അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പം ഇവർ സദ്യ ഉണ്ടാക്കിയിരിക്കണം തന്നെ എന്നെ പ്രതീക്ഷിച്ചിട്ടാണ്. അപ്പം ഞാൻ ഇവിടെ നിന്ന് കുറച്ച് കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോയിട്ട് വേണം എനിക്ക് അടുത്ത സദ്യ കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഓണത്തിന് ഞാൻ 2 സദ്യ കഴിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛനിങ്ങനെ ചോറൊക്കെ എല്ലാവർക്കും വിളമ്പി കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ആട്ടോ. അമ്മ അല്ലെങ്കിൽ തന്നെ ഉണ്ടാക്കുന്ന കറിക്ക് നല്ല ടേസ്റ്റാണ്. ഞാൻ എന്തൊക്കെ കറി ഉണ്ടായി എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കിച്ചാമൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് കിച്ചാമൻ്റെ വീഡിയോയിൽ അധികം കാണാത്തത്. ഫുൾ പുള്ളിക്കാരനെ വീഡിയോ എടുത്തു തന്നത്. സ്റ്റാൻഡിൽ എടുക്കണമെങ്കിലും പുള്ളിക്ക് ഇങ്ങനെ ഓടി നടന്ന് ഇങ്ങനെ എടുത്താലും ഒരു തൃപ്തി ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഞാനവിടെ നിൽപ്പുണ്ട്, എൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ. എനിക്ക് ആ സീറ്റ് ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ആ സീറ്റിൽ തന്നെ ഇരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് അച്ചാറും അതുപോലെ തന്നെ ചിപ്സും പിന്നെ വെണ്ടക്ക അല്ല അച്ചിങ്ങ ഉലത്തിയതും പിന്നെ സാമ്പാറും അവിയലും പുളിയിഞ്ചിയും മോരുകാച്ചിയതും പിന്നെ എന്താണ് മത്തങ്ങയും പയറും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം കൂട്ടി നമ്മൾ ചോറ് കൊണ്ട് നേരെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. ഞാൻ കിച്ചാമിനും കൂടി അവിടെ ചെന്നപ്പോഴേക്കും അച്ഛനും അമ്മയും എനിക്ക് ഓണക്കോടി, അച്ഛനും അമ്മക്ക് ഞാൻ ആദ്യം ഓണക്കോടി കൊടുത്തു. അതിനുശേഷം അച്ഛനും അമ്മയും എനിക്ക് തിരിച്ച് ഓണക്കോടി തന്നു കേട്ടോ. ഇതായിരുന്നു എൻ്റെ ഓണക്കോടി, ഒരു മഞ്ഞ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഓണക്കോടിയാണ് കിട്ടിയതിൽ. കിച്ചാമിന് ഓണക്കോടി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് റുക്കൂനുള്ള ഓണക്കോടിയും കൊടുത്തു കേട്ടോ. അതിനുശേഷം വീതി വെച്ചു. ഞങ്ങളിങ്ങനെ കാർന്നോമാർക്ക് വീതി വെക്കും ഞങ്ങളുടെ വീട്ടിൽ. അപ്പോൾ അമ്മ ഇങ്ങനെ അച്ഛൻ്റെ അച്ഛന് ആയിട്ടാണ് നമ്മൾ വീതി വെക്കുന്നത്. അച്ഛനുള്ള വീതിയും കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം ആണ് നമ്മൾ ഫുഡ് കഴിക്കുള്ളൂ. അത് എൻ്റെ ചെറുപ്പം മുതൽ തുടർന്ന് വരുന്ന ഒരു സംഭവം കേട്ടോ. അങ്ങനെ വെച്ചിട്ട് മാത്രമേ നമ്മൾ കഴിക്കാറുള്ളൂ. അങ്ങനെ അമ്മ എല്ലാം ഇങ്ങനെ വിളമ്പി ഓരോ കറിയായിട്ട് അമ്മയും അച്ഛനും കൂടിയിട്ട് ഇങ്ങനെ വിളമ്പി ഫുൾ സെറ്റാക്കി. അമ്മ ഒരു 11 കറി എന്തുകൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് കറി ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു എന്തിനാ അമ്മ ഇത്രയും കറി എന്ന് ചോദിച്ചു. ഇതിൽ വെക്കാൻ കുറേ കറി മറന്നുപോയി ആക്ച്വലി. ഇത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് അമ്മ അത് വെച്ചില്ല, അമ്മ ഇത് വെച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ കഴിച്ചപ്പം കുറേ കറിയൊക്കെ പിന്നെയും എക്സ്ട്രാ വന്നു കേട്ടോ. പിന്നെ പായസം 2 തരം പായസം ഉണ്ടായിരുന്നു. പിന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ വെച്ചു. പിന്നെ ഞങ്ങൾ വീട്ടിൽ താഴത്തു നിന്ന് കേട്ടോ ഫുഡ് എപ്പോഴും കഴിക്കാറ്. എനിക്കത് നിർബന്ധമാണ് താഴത്തു നിന്ന് കഴിക്കണം എന്നുള്ളത്. അങ്ങനെ പായൊക്കെ വിരിച്ച് താഴെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞു. അപ്പം ഞാനും കിച്ചാമിനും അച്ഛനും അമ്മയും എല്ലാവരും കൂടി ആട്ടോ കഴിച്ചത്. അങ്ങനെ നമ്മൾ അവിടെ തന്നെ അന്ന് അവിടെ താമസിക്കും. നോർമലി അങ്ങനെയാണ്. വിഷുവിന് ഓണത്തിനൊക്കെ പോയി അന്ന് താമസിച്ചിട്ട് നമ്മൾ പിറ്റേ ദിവസം ഉള്ളൂ. പിറ്റേ ദിവസം നമുക്കൊരു പരിപാടി ഉള്ളതുകൊണ്ട് നമ്മൾ പിറ്റേ ദിവസം തന്നെ വന്നു. പിറ്റേ ദിവസം വൈകുന്നേരമൊക്കെ നമ്മൾ നോർമലി വരാറ്. പിറ്റേ ദിവസം രാവിലെ തന്നെ പോകുന്നുണ്ട്. കിച്ചാമൻ പക്ഷേ തിരിച്ചു പോകുന്നു. ഞാൻ പറഞ്ഞില്ല പിറ്റേ ദിവസം ഞങ്ങൾക്കൊരു പരിപാടി ഉണ്ട്. അപ്പം അതിനുള്ള പരിപാടിക്കുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടായിരുന്നു കിച്ചാമന്. അതുകൊണ്ട് കിച്ചാമൻ നേരത്തെ പോകുന്നു. ഞാൻ അവിടെ നിന്നിട്ട് പിറ്റേ ദിവസം കണ്ടു വന്നത്. അപ്പോൾ നമ്മുടെ ഓണം വ്ളോഗ് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നോർമൽ ആയിട്ടുള്ളൊരു ഡേനേക്കാൾ കുറച്ചും കൂടി സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ. അതാണ് നമുക്ക് ഒരു ഫെസ്റ്റിവൽ ഡേ എന്നൊക്കെ പറയുന്നത് കേട്ടോ. വലിയ കാര്യമായിട്ടൊന്നുമില്ല, എന്നാൽ എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോഴുള്ള ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ ഓണം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാൻ കേട്ടോ. എന്തായാലും വൈകിയ വേളയിൽ എൻ്റെ ഓണ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമ്മൾ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു 10 വീഡിയോസ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചാനലിൽ കൊടുത്തേക്കാം. നിങ്ങൾ കാണാത്തവരാണെങ്കിൽ എന്തായാലും കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർ ടേക്ക് കെയർ, ലവ് യു, ബൈ.